റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി മിനൽ ഖൈരി മാ യസ്നു ശഈറ. ഒരു ബാർലിയുടെ അത്രയും വസനുള്ള ഈമാനുള്ള ഒരു വ്യക്തി തൗഹീദുള്ള ആളാണെങ്കിൽ, നോക്കൂ നിങ്ങൾ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് ക്ലിയർ ആയിരിക്കണം. അണുമണി തൂക്കം ഖൈറുള്ള ആളുകൾ വരെ അവർ ശിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗലോകത്ത് പ്രവേശനം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന മഹ്ശറിലെ വലിയ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സുദീർഘമായ ഹദീസിന്റെ ഒരു ഭാഗമാണ് ശഫഅത്തുൽ മലായിക വശഫഅൻ നബിയ്യൂൻ വശഫഅൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മലക്കുകൾ ശുപാർശ പറഞ്ഞു, അപ്പോൾ മലക്കുകൾക്ക് ശുപാർശയുണ്ട്. വശഫഅൻ നബിയ്യൂൻ, നബിമാർ ശുപാർശ പറഞ്ഞു. വശഫഅൽ മുഅ്മിനൂൻ, മുഅ്മിനുകളും ശുപാർശ പറഞ്ഞു. ധാരാളം ആളുകൾ അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു സ്വർഗ്ഗത്തിലേക്ക് പോയി. ഇനി പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫയഖ്ബിദു ഖബ്ദതൻ മിനൻ നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒരൊറ്റ പിടുത്തം അങ്ങോട്ട് പിടിക്കും വിശ്വാസികളെ. കാരണം അള്ളാഹുവിൻ്റെ പിടുത്തം അറിവോടുകൂടിയുള്ളതാണ്, അള്ളാഹുവിന് അബദ്ധം പറ്റുകയില്ലല്ലോ. ഫയുഖ്രിജു മിൻഹാ ഖൗമൻ ലം യഅമലു ഖൈറൻ ഖത്തു, ഒരു നന്മയും ചെയ്യാത്ത ആളുകൾ വരെ അതിലുണ്ടാകും. ഖദ് ആദു ഹുമമ, അവർ കരിഞ്ഞിട്ടുണ്ടാകും നരകത്തിൽ. പക്ഷേ ഫയുൽഖീഹിം ഫീ നഹ്രിൻ ഫീ അഫ്വാഹിൽ ജന്ന, പുഴയിൽ, ഹയാത്തിൻ്റെ പുഴയാണത്, അതിൽ അള്ളാഹു അവരെ മുക്കിയെടുക്കുമ്പോൾ നീർച്ചാലുകളുടെ ഓരങ്ങളിൽ വളരുന്ന ചെറിയ ചെറിയ ചെടികൾ പോലെ അവർ വളർന്നു വരികയും ആ കരിഞ്ഞ അവസ്ഥയെല്ലാം മാറി പുതു ചൈതന്യവും പുതുജീവനും അവർക്ക് ലഭിക്കുകയും അവർ സുന്ദരന്മാരായി തീരുകയും ആ നിലക്ക് അവർ സ്വർഗ്ഗലോകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്.